ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അമ്മയും അച്ഛനും പിരിയണം. ചില അത്യാവശ്യ കാര്യങ്ങൾ തീരുമാനിക്കാനാ ഇദ്ദേഹം വന്നത്. എന്നിട്ട് തീരുമാനം എടുത്തോ? ആ, എടുത്തു. എന്ത് തീരുമാനം? ഉത്തരവാദിത്വമുള്ള എന്റെ ഏട്ടൻ എന്റെ അമ്മായിയച്ഛന്റെ സാന്നിധ്യത്തിൽ എന്ത് തീരുമാനം എടുത്തത്? ഞങ്ങൾക്കൊന്ന് അറിഞ്ഞ കൊള്ളായിരുന്നു. മുതിർന്നവർ തീരുമാനമെടുത്ത് കഴിഞ്ഞു. അത് സമയമാകുമ്പോ ഭവതിയെ അറിയിക്കാം. അപ്പൊ അറിഞ്ഞാ മതി അവിടുന്ന്. തൽക്കാലം കെട്ടിയവന്റെ തട്ടയുടെ കാര്യങ്ങൾ നോക്കടി. മനസ്സിലായോ? അങ്ങോട്ട് ദേവി, മനസ്സ് സ്വസ്ഥമാക്കി തരണേ. പഴയതുപോലെ വലിയ വലിയ സങ്കടങ്ങളൊന്നും താങ്ങാനുള്ള ത്രാണി ഇപ്പോ ഈ മാധവന്റെ മനസ്സിനില്ല. സങ്കടത്തിന്റെ കടലിരമ്പൽ കാരണം ഉറക്കം കിട്ടുന്നില്ല. തിരയൊഴിപ്പിക്കാൻ നിനക്ക് മാത്രമേ സാധിക്കൂ. അമ്മേ, ദേവി, മഹാമായേ, അങ്ങനെ നീ തന്നെ എല്ലാ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരവും കണ്ടെത്തി തന്നു. എന്റെ അമ്മയുടെ മുടങ്ങാതെയുള്ള പ്രാർത്ഥനയുടെ ഫലവും കിട്ടി. പ്രകാശ, ദേവിയുടെ മുന്നിൽ പ്രാർത്ഥിച്ചാൽ അതിന്റെ ഫലം കിട്ടാതിരിക്കില്ല. ശുദ്ധമായ ശരീരവും ശുദ്ധിയുള്ള മനസ്സും വേണം. എന്നാലേ ദൈവങ്ങൾ കടാക്ഷിക്കൂ. വീട് പണയം വെച്ച് ഒരു വീതം വിനുവിനും മനോജിനും കൊടുക്കാൻ പോവാ. വിനുവിനൊരു കൂരയാവും, മനോജിനൊരു ബിസിനസ്സും തുടങ്ങാലോ. നീ ഇനി പറഞ്ഞു പറ്റിക്കാൻ ഈ ദേവി വിഗ്രഹം കൂടിയേ ഉള്ളൂ. ചന്ദ്രു, നിന്റെ മോനിപ്പോ അതിനും തുനിഞ്ഞിറങ്ങിയിരിക്കുക. ഇത് സാധാരണ കളിയിലെന്ന് അവനോട് പറഞ്ഞ് മനസ്സിലാക്ക്. അല്ലെങ്കിൽ മകന് സൽബുദ്ധി കൊടുക്കാൻ ദൈവത്തോട് പ്രാർത്ഥിക്ക. ഇല്ലച്ചാ, ഇത് വെറും വാക്കല്ല. ദേവി വിഗ്രഹത്തിന്റെ മുമ്പിൽ വെച്ച് വെറും വാക്ക് പറയാൻ അത്ര നിരീശ്വരവാദിയൊന്നുമല്ല ഈ പ്രകാശൻ. ദേവി, ഇപ്പോഴെങ്കിലും എന്റെ പ്രാർത്ഥന നീ കേട്ടല്ലോ. സന്തോഷായി.
മാധവേട്ട, പ്രശ്നങ്ങളെല്ലാം അങ്ങനെ ഒതുങ്ങുന്നുണ്ടെങ്കിൽ ഒതുങ്ങട്ടെ. നമുക്ക് മനസ്സമാധാനമല്ലേ വേണ്ടത്? അതിന് ദേവിയായിട്ട് പ്രകാശിന് സൽബുദ്ധി തോന്നിപ്പിച്ചതായിരിക്കും. പ്രശ്നങ്ങളെല്ലാം ഒഴിയണമെങ്കിൽ അമ്മയും അച്ഛനും എന്നോട് സഹകരിക്കണം. ഞങ്ങൾ എന്താ വേണ്ടത്? നീ എന്താ ഉദ്ദേശിക്കുന്നത്? വേറൊന്നുമല്ല, നിങ്ങൾ വിചാരിച്ചാൽ ഈസിയായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. പണവും സ്വർണവും തന്ന് സഹകരിക്കണം എന്നല്ല ഞാൻ പറഞ്ഞത്. അത് അമ്മയും അച്ഛനും പിരിയണം. കുറച്ചുനാള് അമ്മ മനോജിന്റെ വീട്ടിൽ വീണ്ടും പോയി കഴിയണം. അച്ഛൻ എന്റെ കൂടെ എവിടെയും. ചന്ദ്രു, 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 എന്താ പറ്റിയേ? ഒന്നുമില്ല മാധവേട്ട, ഒന്നുമില്ല. ഇനി അങ്ങോട്ട് അച്ഛന്റെ അമ്മയുടെയും കൂടി ഭാരം ചുമക്കാൻ എനിക്ക് വയ്യ. പ്രകാശൻ മാത്രമായിട്ട് ബാധ്യത തലയിൽ വയ്ക്കുന്നില്ല. പണത്തിന്റെ വിഹിതം ചോദിച്ചാ മനോജും ബാധ്യത ചുമക്കട്ടെ. പ്രകാശ, ഇനി എത്ര കാലം പിരിഞ്ഞിരിക്കണമെന്നായിരിക്കും അച്ഛൻ അറിയാനുള്ളത്. അതിന് കൃത്യമായൊരു ഉത്തരം തരാൻ തൽക്കാലം എനിക്ക് പറ്റില്ല. ചിലപ്പോ രണ്ടാളും ചാകുന്നതുവരെ. പക്ഷേ പിരിഞ്ഞേ പറ്റൂ. ഇതിനു മുമ്പ് മാറി നിന്ന പോലെയല്ല. ചന്ദ്രു, ചന്ദ്രു, മാനത്തെ കൊട്ടാ